ഇടുക്കിയിൽ അടുത്ത 3 ദിവസത്തേക്ക് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചതോടെ മൂന്നാറിൽ ഗതാഗത നിയന്ത്രണം ശക്തമാക്കി ജില്ലാ ഭരണകൂടം. അപകട സാധ്യത കണക്കിലെടുത്ത് 2 പ്രധാന മേഖലകളിലാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഹെഡ്വർക്സ് ഡാമിന് സമീപം ഭാഗിക ഗതാഗത നിയന്ത്രണവും CSI പള്ളിക്ക് സമീപം പൂർണ്ണ ഗതാഗത നിരോധനവുമാണ് നിലവിലുള്ളത്. ഓറഞ്ച് അലർട്ട് പിൻവലിക്കുന്നതുവരെ നിയന്ത്രണങ്ങൾ തുടരുമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു. വിവരങ്ങളുമായി ബിനീഷ് ആന്റണി ചേരുന്നു. ബിനീഷ്, എന്തായാലും മൂന്നാറിൽ 3 ദിവസത്തേക്കാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് നൽകിയിട്ടുള്ളത്? അരുണിമ, മൂന്നാറിൽ 2 ഇടങ്ങളിലാണ് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഒന്ന് ഹെഡ്വർക്സ് ഡാമിന് ഇന്ന് രാവിലെ മണ്ണിടിച്ചിലുണ്ടായ ഹെഡ്വർക്സ് ഡാമിന് സമീപം ഭാഗികമായി തന്നെ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മുൻപ് വിള്ളൽ കണ്ട CSI പള്ളിക്ക് സമീപമുള്ള ദേശീയപാത പൂർണ്ണമായി തന്നെ നിരോധിച്ചു. ഏതായാലും 2 ഇടങ്ങളിലായിട്ടാണ് ഇപ്പോൾ നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. 3 ദിവസങ്ങളിൽ ഈ ഓറഞ്ച് അലർട്ടും അതോടൊപ്പം തന്നെ മഴ ശക്തമായി തുടരുന്നത് കൊണ്ട് തന്നെയാണ് ജില്ലാ ഭരണകൂടം ഇത്തരത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. മൂന്നാറിലെ വാഹനങ്ങൾ പോലീസ് സ്റ്റേഷൻ വഴി ദേശീയപാതയിലേക്ക് കടത്തിവിടുന്ന രീതിയിലാണ് ഇപ്പോൾ ക്രമീകരണങ്ങൾ നടത്തിയിട്ടുള്ളത്. ഏതായാലും മൂന്നാറിലേക്ക് എത്തുന്ന വിനോദസഞ്ചാരികൾ തന്നെ സ്വദേശികളും തദ്ദേശീയരായ ആളുകൾ തന്നെ പരമാവധി യാത്ര ഒഴിവാക്കണമെന്നാണ് ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കൂടാതെ ഈ മണ്ണിടിച്ചിൽ മേഖല, അതായത് ഈ ദേശീയപാതയുടെ ഭാഗമായി മണ്ണിടിച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ വാഹനങ്ങൾ നിർത്താനോ അല്ലെങ്കിൽ രാത്രി യാത്രകൾ നടത്താനോ പാടില്ല എന്ന് തന്നെയാണ് ജില്ലാ ഭരണകൂടം അറിയിച്ചിരിക്കുന്നത്. ഏതായാലും കർശന നിർദ്ദേശം തന്നെയാണ് ജില്ലാ ഭരണകൂടം നൽകിയിരിക്കുന്നത്. 2 ഇടങ്ങളിൽ ഗതാഗത നിയന്ത്രണം തുടരും. അലർട്ടുകൾ മാറ്റുന്ന മുറയ്ക്കായിരിക്കും ഈ നിയന്ത്രണങ്ങൾ എടുത്തു മാറ്റുന്നത്. അരുണിമ, ശരി, വ്യക്തമാണ്. മൂന്നാറിൽ ഗതാഗത നിയന്ത്രണം ശക്തമാക്കിയിരിക്കുകയാണ് ജില്ലാ ഭരണകൂടം. ഇടുക്കിയിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചതോടെയാണ് ഇത്തരത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളത്. അപകട സാധ്യത കണക്കിലെടുത്താണ് ഇത്തരത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളത്. കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത് ബിനീഷ് ആന്റണിയാണ്.